ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2ാം ക്ലാസ്സിലെ ഉത്കൃതനം 1ാം ദിവസത്തെ കഴിഞ്ഞ വർഷത്തെ 2023-24 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൂട്ടുകാർ റെഡിയാണോ? ഇവിടെ ഒന്നാമത്തേത് പ്രവർത്തനം 1, ഒഴുകുന്ന പുഴ എന്നുള്ള ഒരു കുഞ്ഞു കവിതയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നല്ല മഴ, മഴയിൽ പുഴ നിറഞ്ഞൊഴുകി, മീനുകൾ തുള്ളിച്ചാടി, മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, മലയിൽ നിറയെ പൂമരങ്ങൾ, ഇരുവശവും പച്ച വിരിച്ച വയലുകൾ, മലയും കാടും വയലും കടന്ന് പുഴ ഒഴുകി, പുഴക്ക് കുറുകെ ഒരു വലിയ പാലം, ഇരുവശവും കൂറ്റൻ കെട്ടിടങ്ങൾ, പുഴയിലേക്ക് മലിനജലം ഒഴുകി വന്നു, പുഴയുടെ നിറം മാറി, പുഴയ്ക്ക് സങ്കടമായി. അപ്പോൾ ഈ ഒരു കുഞ്ഞു കവിതയാണ് കൂട്ടുകാരെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് താഴെയുള്ളത്. അതിന് നല്ല ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഇനി ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. പുഴ നിറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? പുഴ എപ്പോഴാണ് നിറഞ്ഞത്? പുഴ നിറഞ്ഞത് എപ്പോഴാണ് നിറഞ്ഞത് കൂട്ടുകാരെ? പുഴ മഴ വന്നപ്പോഴാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്തെഴുതും? മഴ വന്നപ്പോൾ എന്ന് ഉത്തരം എഴുതുക. മഴ വന്നപ്പോൾ. ഇനി മീനുകൾ എന്താണ് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരുന്നു മീനുകൾ ചെയ്തിരുന്നത്? തുള്ളിച്ചാടി. അപ്പോൾ അവിടെ മീനുകൾ തുള്ളിച്ചാടി എന്ന് എഴുതണം. മീനുകൾ തുള്ളിച്ചാടി. മൂന്നാമത്തെ നോക്കൂ. മലയിൽ നിറയെ എന്താണുള്ളത്? മലയിൽ നിറയെ പൂമരങ്ങൾ. അപ്പോൾ അവിടെ പൂമരങ്ങൾ എന്ന് എഴുതി കൊടുക്കുക. പൂമരങ്ങൾ. അടുത്തത് പുഴക്ക് കുറുകെ എന്താണുള്ളത്? പുഴക്ക് കുറുകെ വലിയ ഒരു പാലം. അപ്പോൾ അവിടെ എന്തെഴുതണം? വലിയ ഒരു പാലം എന്ന് എഴുതി കൊടുക്കുക. വലിയ ഒരു പാലം. ഇനി എന്തുകൊണ്ടാണ് പുഴക്ക് സങ്കടം വന്നത്? കൂട്ടുകാരെ, മലിനജലം ഒഴുകി വന്നപ്പോൾ. അപ്പോൾ അവിടെ എന്തെഴുതണം? മലിനജലം ഒഴുകി വന്നപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെയുള്ള 5 ചോദ്യവും അതിൻ്റെ ഉത്തരവും എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 2, പൂമരം. പൂമരത്തിൽ പല നിറത്തിലുള്ള പൂക്കൾക്ക് നിറം നൽകൂ. മഞ്ഞപ്പൂക്കൾ 6 എണ്ണത്തിൽ നിറം നൽകണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 6 മഞ്ഞ നിറം നമുക്ക് നൽകണം. ഓക്കെ, 1, 2, 3, 4, 5, 6 എണ്ണത്തിന്. ഇനി ചുവപ്പ് 5 എണ്ണമാണുള്ളത്. അപ്പോൾ 5 ചുവപ്പ് കൊടുക്കാം. 1, 2, 3, 4, 5. ഓക്കെ, ഇനി നീല 14 എണ്ണം ഉണ്ട് അല്ലേ? നീല 14 എണ്ണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. അപ്പോൾ എല്ലാ പൂക്കൾക്കും നിറം കൊടുത്തു. ഇനി മഞ്ഞയും ചുവപ്പും കൂടി എത്ര പൂക്കൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? മഞ്ഞപ്പൂക്കൾ 6, അതുപോലെ ചുവപ്പ് പൂക്കൾ 5. അപ്പോൾ 6 + 5 എന്ന് പറയുന്നത് എത്രയാണ്? 11. ഓക്കെ, ഇനി മരത്തിൽ ആകെ എത്ര പൂക്കളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടണം. നമ്മളിപ്പോൾ ഇതും കൂട്ടി, മഞ്ഞ 6ഉം കൂട്ടി, അതുപോലെ തന്നെ ചുവപ്പ് 5ഉം കൂട്ടി. അപ്പോൾ 11 കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 11ഉം ഈ 14ഉം കൂടെ കൂട്ടി നോക്കിയാൽ മതി. 11 + 14 എന്ന് പറയുന്നത് എത്രയാണ്? 10 × 10 20, 4 × 1 5. അപ്പോൾ 25 പൂക്കളാണ് ആകെയുള്ളത്. ഇനി നോക്കൂ. ഇനി കാറ്റ് വീശിയപ്പോഴോ 3 മഞ്ഞപ്പൂക്കളും 4 നീലപ്പൂക്കളും കൊഴിഞ്ഞു വീണു. മരത്തിൽ എത്ര പൂക്കൾ ബാക്കിയുണ്ടാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആകെ 25 പൂക്കളാണ് അല്ലേ. ആകെ 25 പൂക്കളാണ്. അതിൽ നിന്നും 3 മഞ്ഞപ്പൂവും 2 നീലപ്പൂവും കൊഴിഞ്ഞു വീണു. അപ്പോൾ 3 + 2 എന്ന് പറയുന്നത് 5. അഥവാ ഈ 25 നിന്ന് 5 പൂക്കൾ കുറഞ്ഞു. അഥവാ ഇപ്പോൾ ഉള്ളത് 20 പൂക്കളാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് പൂമരത്തിലെ കൂട്ടുകാർ എന്ന പ്രവർത്തനമാണ്. മാമല മേലെ പൂമരമുണ്ട്, തേന്മണം ഒഴുകും
പൂവുകളുണ്ട്. പൂവുകൾ തോറും പാറി നടക്കും ചേലേറും പൂമ്പാറ്റകളുണ്ട്. കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മാമലമേലെ പൂമരമുണ്ട്, തേന്മഴമൊഴുകും പൂവുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. പൂവുകൾ തോറും എന്താണ്? പൂവുകൾ തോറും മൂളിപ്പാടും. ഓക്കെ, അപ്പം നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? മൂളിപ്പാടും എന്ന് ആദ്യം എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: പൂവുകൾ തോറും മൂളിപ്പാടും ചേലേറും വണ്ടുകളുണ്ട്, മാമലമേലെ പൂമരമുണ്ട്, തേൻമൊഴുകും പൂമരമുണ്ട്, പൂവുകൾ തോറും കലപില കൂട്ടും ചേലേറും കിളികളുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു പ്രവർത്തനം എഴുതാം. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. എന്താ? ഗ്രാമക്കാഴ്ചകളെ കുറിച്ചിട്ടാണ് അല്ലേ? ഗ്രാമക്കാഴ്ചകൾ നോക്കൂ, എത്ര മനോഹരം. നമുക്ക് ഗ്രാമങ്ങളിലേക്ക് പോകാൻ നല്ല ഇഷ്ടമാണല്ലേ, നല്ല ഭംഗിയുള്ളതായിരിക്കും. വായിച്ച് ഗ്രാമത്തിലെ കാഴ്ചകൾക്ക് നേരെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണെന്ന് നമുക്ക് ശരിയായിട്ടുള്ളത് നോക്കാം. പീലി വിടർത്തിയാടുന്ന തെങ്ങുകൾ, അത് ഗ്രാമത്തിലുള്ളതാണോ അല്ലയോ? എന്താണ്? ഗ്രാമത്തിൽ ഉള്ളതാണല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ടിക്ക് കൊടുക്കാം. ഇനി ആളുകളുടെ തിക്കും തിരക്കും ഗ്രാമത്തിലുണ്ടോ? ഇല്ല. പച്ച വിരിച്ചു നിൽക്കുന്ന വയലുകൾ ഗ്രാമത്തിലുള്ളതാണ്. ഇനി തിരക്ക് കുറഞ്ഞ റോഡുകൾ ഗ്രാമത്തിലുള്ളതാണ്. കൂറ്റൻ കെട്ടിടങ്ങൾ ഗ്രാമത്തിലില്ല. കളകളം പാടി ഒഴുകുന്ന തോടുകൾ ഗ്രാമത്തിലുണ്ട്. വയൽ വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ ഗ്രാമത്തിലാണ്. തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങളൊക്കെ നഗരത്തിലാണ്, ഗ്രാമത്തിലല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 5, പഴക്കൂട. പൂമരം മാത്രമല്ല, മലയിൽ നിറയെ പഴങ്ങളുള്ള മരങ്ങളുമുണ്ട്. സപ്പോട്ട, പേര, ചാമ്പ, മാവ്. കാറ്റ് വീശി പഴങ്ങൾ താഴേക്ക് വീണു. കുട്ടികൾ പഴങ്ങൾ പെറുക്കി വെച്ചു. അപ്പോൾ ഇവിടെ പഴങ്ങൾ പെറുക്കി വെച്ചതാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. പഴങ്ങൾ എത്ര? സപ്പോട്ട 10ന്റെ 2 കൂട്ടമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ 10ന്റെ 2 കൂട്ടം. 10ന്റെ 2 കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തിൽ 10 ഉണ്ടായിരിക്കും, രണ്ടാമത്തെ കൂട്ടത്തിലും 10 ഉണ്ടായിരിക്കും. 10ഉം 10ഉം 20 ഉണ്ടായിരിക്കും. ഇനി 3 ഒന്നുകൾ, അപ്പോൾ 20ഉം 3ഉം 23. ആകെ എത്ര എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? 23. ഇവിടെ 36 എന്ന് തന്നിട്ടുണ്ട്. അതിൽ എത്ര 10ന്റെ കൂട്ടങ്ങളുണ്ടാവും? 3 ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ 3 എന്ന് എഴുതുക. 1ന്റെ എത്ര കൂട്ടമുണ്ട്? 6. അപ്പോൾ ഇവിടെ 6 എന്ന് എഴുതി കൊടുക്കുക. ഇനി 10ന്റെ 4 കൂട്ടം, അഥവാ 1, 2, 3, 4. അപ്പോൾ എത്രയായി? 40 ആയി. 5ഉം കൂടെ 45. ഇനി ഇവിടെ 10 ആണുള്ളത്. അതിൽ എത്ര ഉണ്ടായിരിക്കും? 10ന്റെ 1 കൂട്ടം. അപ്പോൾ ഇവിടെ 1 ആയി കഴിഞ്ഞാൽ അത് 40 എന്നായി, 10 എന്നായി അല്ലേ. ഇനി ഇവിടെ ഒന്നുകൾ ഉണ്ടായിരിക്കുമോ? ഇല്ല. അപ്പോൾ ഒന്നുകളുടെ അവിടെ നമുക്ക് 0 എന്ന് എഴുതി കൊടുക്കാം അല്ലേ. ഇനി ഏത് പഴമാണ് കൂടുതൽ കിട്ടിയത്? ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? 23 ആണോ, 36 ആണോ, 45 ആണോ, 10 ആണോ? ഏതാണ്? 45. അത് ഏത് പഴമാണ്? ചാമ്പ. അപ്പോൾ അവിടെ എന്ത് എഴുതുക? ചാമ്പ എന്ന് എഴുതി കൊടുക്കുക. ഇനി പഴങ്ങളുടെ എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഇവിടെ ഏറ്റവും ചെറുത്? 10 ആണ്. അപ്പോൾ 10. അതിനേക്കാൾ ചെറുത് ഏതാണ്? 23. അതിനേക്കാൾ ചെറുത് 36, പിന്നെ 45. അപ്പോൾ ഇങ്ങനെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.